ആ ഫ്ലാറ്റിൻ്റെ ഒരു ഡോറിൻ്റെ മുമ്പിൽ അദ്ദേഹം വന്നു നിന്നു. കോളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറന്നു വന്നത് ഒരു മധ്യവയസ്കനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, "നിങ്ങളെന്താ ഇവിടെ?" അപ്പോൾ കടക്കാരൻ പറഞ്ഞു, "ഞാൻ താങ്കളെ കാണാൻ വന്നതാണ്. 2 ദിവസം മുമ്പ് അങ്ങ് എൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരുന്നില്ലേ? അതിൽ ബാലൻസ് 300 രൂപ ഞാൻ തരാൻ വിട്ടുപോയി. അത് തിരികെ നൽകാൻ വന്നതാണ്." അദ്ദേഹം ചോദിച്ചു, "ഇത് ഞാൻ എപ്പോഴെങ്കിലും കടയിൽ വരുമ്പോൾ തന്നാൽ പോരായിരുന്നോ? എന്തിന് ഇത്രയും ദൂരം വന്നു ബുദ്ധിമുട്ടി?" അപ്പോൾ കടക്കാരൻ പറഞ്ഞു, "ചിലപ്പോൾ അങ്ങ് വരുമ്പോൾ ഞാൻ ജീവനോടെ ഇല്ലെങ്കിലോ? എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല." ഇത്രയും പറഞ്ഞ് കടക്കാരൻ അവിടെ നിന്നും സമാധാനത്തോടെ യാത്ര തിരിച്ചു. അതിനുശേഷം ആ മധ്യവയസ്കൻ അസ്വസ്ഥനായി. അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ച് മനസ്സിലുറപ്പിച്ചു. പെട്ടെന്ന് തന്നെ മുറിയിൽ പോയി അലമാരിൽ നിന്നും പാസ്ബുക്ക് എടുത്ത് ബാങ്കിലേക്ക് യാത്ര തിരിച്ചു. തൻ്റെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ പിൻവലിച്ച് ബാങ്കിൽ നിന്നിറങ്ങി അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു. അദ്ദേഹം ആ 10 ലക്ഷം രൂപ ആ സ്ത്രീയുടെ കാൽക്കൽ വെച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "ഇത് നിങ്ങളുടെ ഭർത്താവ് ഒരാവശ്യത്തിനായി എന്നെ ഏൽപ്പിച്ചതാണ്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചതോടെ ഞാനിത് സ്വന്തമാക്കാം എന്ന് കരുതി. ഇപ്പോൾ ഈ പണം എൻ്റെ കയ്യിൽ വെക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. ഈ പണം നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങൾ സ്വീകരിച്ച് എനിക്ക് മാപ്പ് തരണം." ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. അദ്ദേഹം പണം നൽകിയ ആ സ്ത്രീ മറ്റാരുമല്ല, 10 രൂപയുമായി കടയിൽ ചെന്ന അതേ സ്ത്രീ തന്നെയാണ്. ഇതിൽ നിന്നും ഞാൻ പറയാനുദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്: കർമ്മ. അർഹതയില്ലാത്തത് ഒന്നും ആഗ്രഹിക്കരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മ എന്താണെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നല്ലത് ചെയ്യൂ, നല്ലത് തന്നെ നടക്കട്ടെ.